അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കുന്നതിനായി സൂചന പ്രകാരമുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർ ചെയർമാൻ, ഡെപ്യൂട്ടി കളക്ടർ സ്വാൻസോ, ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ മാനേജിംഗ് ഡയറക്ടർ എന്നിവർ മെമ്പർമാരായ ജില്ലാ സമിതി ടി വിഷയത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ടി സമിതി 15/6/2022 യോഗം ചേരുകയും അതിൽ മേൽപ്പറഞ്ഞ മെമ്പർമാർ കമ്പനിക്ക് വേണ്ടി ശ്രീ ശരൺ എസ് കർത്ത എന്നിവരും പങ്കെടുത്തു. ടൂറിസം പ്രൊജക്ട് നടപ്പിലാക്കുക വഴി 300 പേർക്ക് ജോലി സാധ്യത ഉണ്ടാകുമെന്നും 25 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും 6 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്ലാന്റ് തങ്ങളുടെ മാതൃസ്ഥാപനമായ CMRL കമ്പനിക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണെന്നും ഈ പദ്ധതി 30 ഏക്കറിൽ തുടങ്ങുന്ന വഴി 100 പേർക്ക് ജോലി സാധ്യത ഉണ്ട് എന്നും 5 ഏക്കറിലാണ് വർക്കിംഗ് വിമൻസ് കൺസോർഷ്യം ഫോർ ബോത്ത് ഫുഡ് ബേസ്ഡ് ഐറ്റംസ് ആൻഡ് നോൺ ഫുഡ് ബേസ്ഡ് ഐറ്റംസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും അറിയിച്ചു. തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഉൾപ്പെട്ട 51 ഏക്കർ വസ്തു CRZ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് കക്ഷി അറിയിച്ചു. സിംഗിൾ വിൻഡോ ക്ലിയറൻസിനായി KSIDCക്ക് നൽകിയ അപേക്ഷ പരിഗണനയിലാണെന്നും സെക്ഷൻ 81(3) പ്രകാരം ഇളവ് അനുവദിച്ച് നൽകിയാൽ മാത്രമേ ടി പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ശ്രീ ശരൺ എസ് കർത്ത അറിയിച്ചു. കമ്പനിയുടെ പേരിൽ ആറാട്ടുപുഴയിലുള്ള ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഇളവ് അനുവദിക്കാവുന്നതാണെന്ന് തഹസിൽദാർ കാർത്തികപ്പള്ളി അറിയിച്ചു. 15/6/2021 കൂടിയ മീറ്റിംഗിൽ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലും KSIDC മാനേജിംഗ് ഡയറക്ടറുടെ കാർത്തികപ്പള്ളി ഭൂരേഖ തഹസിൽദാരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും താഴെ പറയും പ്രകാരം തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതാണ്. മിസസ് KREML കമ്പനി മേൽ സൂചിപ്പിച്ച പ്രോജക്റ്റുകൾക്കൊന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്നും ആരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രപ്പോസൽ നൽകിയിട്ടുള്ളേ എന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അനുകൂല അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ KREML കമ്പനിയുടെ പേരിലുള്ള 51 ഏക്കർ വസ്തുവകകളെ കേരള ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ 81(3) പരിധിയിൽ ഉൾപ്പെടുത്തി ഇളവ് അനുവദിക്കുന്നതിന് ലാൻഡ് ബോർഡിലേക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അതായത് 5/6/2021 കൂടിയ ഈ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ 22 കൂടിയ 15/6/2022 ചേരുകയും മേൽപ്പറഞ്ഞ മെമ്പർമാർ 15/6/2022 കൂടിയ ആ കമ്മിറ്റി ടൂറിസം സോളാർ കമ്പനി രണ്ടാമത് ഒരു പ്രപ്പോസൽ സമർപ്പിക്കുന്നു. മിനറൽ കോംപ്ലക്സിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അത് 2 പദ്ധതിയാണ്. ആദ്യം സമർപ്പിച്ച ക്രൈറ്റീരിയ പറയാം. ഡോണ്ട് ബി ഇൻ എ ഹറി, ജസ്റ്റ് ഡോണ്ട് ബി ഇൻ എ ഹറി. ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എത്ര പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ്. ഇപ്പം വായിച്ചു കേട്ടില്ലായിരുന്നു, 100 പേർക്ക്. അതായത് ആസ് പെർ ദ സ്കീം, ആസ് പെർ ദ റെഗുലേഷൻസ്, പെർ ഹെക്ടറിന് 20 പേർക്ക് തൊഴിൽ ലഭിക്കണം. 20 പേർക്ക്. അപ്പോൾ 50 ഏക്കറിന് ഇളവ് കഴിക്കണമെങ്കിൽ എത്ര പേർക്ക് തൊഴിൽ ലഭിക്കണം? എത്ര പേർക്ക് തൊഴിൽ ലഭിക്കും? യു ടെൽ മീ. പറഞ്ഞോ. സിൻസ് യു ഹാവ് ഗോട്ട് എ ഡൗട്ട്. അല്ല, എത്ര പേർക്ക് ലഭിക്കണം? 1000. 20 × 50 അല്ലേ? 1000 പേർക്ക് തൊഴിൽ ലഭിക്കും. ഇവരിപ്പോൾ പ്രപ്പോസ് ചെയ്തേക്കാൻ എത്ര പേർക്കാണ്? 130 പേർക്ക് അവിടെ കിട്ടും. 100 പേർക്കല്ല, 230. Whether such a proposal can be accepted? Whether such a proposal can be accepted? No, ഞാൻ പറഞ്ഞുതരാം. അതായത് ദിസ് ഇസ് ബ്ലൈറ്റന്റ് ആൻഡ് ക്ലിയർ. നിങ്ങളിനി എന്തു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് വേണ്ടി 3ാമത്തെ വട്ടം മുഖ്യമന്ത്രി ഔട്ട് ഓഫ് ദ വേ ഇല്ലീഗലി ഇടപെട്ട് അവരുടെ ഭൂമി സംരക്ഷിക്കും. പക്ഷേ ഇതിപ്പോൾ ഈ പ്രപ്പോസല് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 1 ലൈൻ റീസൺ കാണിച്ച് കമ്പനിയുടെ ഈ ഭൂമി സംബന്ധിച്ച് കേസ് നിലവിൽ ഉള്ളതിനാൽ ഏറ്റവും കൾമിനേറ്റീവ് നിൽക്കുന്ന അവിടെയാണ്. ഞാൻ കാണിച്ചുതരാം. സൂചനയിലേക്ക് ഒരു സെക്കൻഡ് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് KREML കമ്പനി ഭൂപരിധി ഇളവിനായി അപേക്ഷിച്ചിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഭൂമിയിൽ കാർത്തികപ്പള്ളി താലൂക്ക് ബോർഡ് മുമ്പായ സീലിംഗ് കേസ് ഉള്ളതിനാൽ കേരള ഭൂപരിഷ്കരണ നിയമം പ്രകാരം കേരള റെയിൽവേസ് ലിമിറ്റഡ് കമ്പനിക്ക് ഭൂവിളവ് പരിധി അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് ഒരു അറിയിച്ചുള്ളൂ. അപ്പോൾ ആ ഒരു സിംഗിൾ റീസൺ പറഞ്ഞ് റവന്യൂ നിഷേധിച്ചിട്ടുണ്ട്. ദേ ആർ ഓപ്പണിംഗ് എ വേ ഫോർ എ ലീഗൽ ഫൈറ്റ്. കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പേരിൽ കോടതി പോകാം. കോടതി പോയി കഴിഞ്ഞാൽ കോടതി പരിഗണിക്കുന്നത് ഒരു ആസ്പെക്റ്റാണ്. അതായത് നിലവിൽ ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ജില്ലാ സമിതി ശുപാർശ ചെയ്ത് റൈറ്റ് ഓർ റോങ്
ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹാസ് നോ അതർ ഓപ്ഷൻ ദാൻ ടു അക്സെപ്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ റീസൺ വേണം. ഒരു കേസ് പെൻഡിങ് ഉണ്ട് എന്നത് ആ ഒരു എക്സംഷൻ കൊടുക്കാതിരിക്കാനുള്ള വാലിഡ് റീസൺ അല്ല. വാലിഡ് അല്ലാത്ത ഒരു റീസണിൽ ഒരു റിജക്ഷൻ ലെറ്റർ നൽകുകയും അത് കമ്പനി കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ഈ ജില്ലാ സമിതിയുടെ ശുപാർശ പ്രകാരം ഇതിന് എലിജിബിൾ ആണെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്യുക എന്നതാണ് ദ ഡിസൈൻഡ് കറപ്ഷൻ. CM has spearheaded the whole thing. മുഖ്യമന്ത്രിയാണ് ഇതിന് എല്ലാം വഴിയൊരുക്കുകയും നേരിട്ട് ഇടപെടുകയും ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ CMRLൻ്റെ പേരിലുള്ള ഭൂമിയിൽ മൈനിങ് ആരംഭിക്കാൻ പരിശ്രമിച്ചു. അത് നടന്നില്ല. അവർക്ക് മണ്ണ് ലഭിക്കുന്നതിന് അനധികൃതമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മണ്ണെടുത്ത് KMML നൽകി അതുവഴി ഇലിമിനേറ്റ് ലഭ്യമാക്കി അവരുടെ ഭൂമി നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്നും നിയമസഭയിലൊക്കെ പറയുമ്പോൾ അഭിമാനത്തോടു കൂടി പറയുന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അതിന് മുമ്പ് ഓൾറെഡി അത് ഡൈല്യൂട്ട് ചെയ്യാനുള്ള ലോ അമെൻമെൻറ്റ് വരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് ജില്ലാ സമിതിയുടെ ശുപാർശ അനുകൂലമായി 50 ഏക്കർ സ്ഥലം അവർക്ക് എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ലഭ്യമാക്കി.